നമസ്കാരം എല്ലാവർക്കും. റിവ്യൂ മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ടന്റ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണനയിലെടുക്കുക. ഇപ്പം വളരെ ചർച്ചാ വിഷയമായ കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. കാരണം ഇന്നിപ്പം സിനിമയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നത്, പ്രത്യേകിച്ചും റിലീസ് എന്ന് പറയുന്നത് ഇപ്പം വളരെ എഫക്റ്റീവായിട്ട് കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ആഘോഷപൂർവ്വം നമ്മൾ യൂട്യൂബ് നോക്കിയാലും ഇൻസ്റ്റഗ്രാം നോക്കിയാലും എല്ലാം റിലീസ് വിജയിച്ചു കഴിഞ്ഞാൽ അങ്ങ് തകർപ്പാണ്. കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്നതാണ് പഴയ ചിത്രങ്ങൾ നല്ല ക്വാളിറ്റിയിൽ 4K അറ്റ്മോസിലൊക്കെ നല്ല ഗംഭീരമായിട്ട് വന്നു കഴിയുമ്പോൾ അത് സ്ക്രീനിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു എഫക്റ്റ് ഭയങ്കരമാണ്. സ്വാഭാവികമായിട്ടും മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ആരാധകർ തമ്മിലായിരിക്കും ഓട്ടോമാറ്റിക്കായിട്ടും റിലീസ് തമ്മിലാണെങ്കിലും വഴക്കിടുന്നത് ഒക്കെ. അതാണ് നമ്മൾ ചെറിയൊരു വീഡിയോ ആണ്, പെട്ടെന്ന് പറഞ്ഞു ചേർക്കാം. നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങളുടെ കമൻസുകൾ ഉറപ്പായിട്ട് രേഖപ്പെടുത്തുക. മോഹൻലാലിൻ്റെ സിനിമകൾ ദേവദൂതനാണ് ആദ്യം 4K നല്ല റിലീസ്. 4K വന്ന് ദേവദൂതൻ വന്നു, 5 സിനിമകളാണ്. സ്ഫടികം വന്നു, മണിച്ചിത്രത്താഴ് വന്നു, ചോട്ട മുംബൈ വന്നു, രാവണപ്രഭു വന്നു. മോഹൻലാലിൻ്റെ ഈ 5 സിനിമകളുടെ പ്രത്യേകത, ഒന്ന്, ദേവദൂതൻ അന്നത്തെ കാലത്ത് ഫ്ലോപ്പ് ആണെങ്കിൽ കൂടി ആ സിനിമ എല്ലാവർക്കും ടി വിയിൽ വന്നതിന് ശേഷം ഇഷ്ടപ്പെട്ട സിനിമയാണ്. പിന്നെ രണ്ടാമത് അവർ 4Kയിലാക്കിയപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവർ ഗംഭീരമായിട്ട് 4Kയിൽ അത് ഗംഭീരമായിട്ട് വയ്ക്കുക. ഞാൻ തിയേറ്ററിൽ പോയി കണ്ടത് ഈ സിനിമകളെല്ലാം. പിന്നെ ചില ഭാഗങ്ങളൊക്കെ ഒഴിവാക്കി അതിൻ്റെ ലെങ്ത് ഒക്കെ കുറച്ച് നല്ല സൂപ്പറാക്കിയവർ. അന്നേരം കാണാൻ ഇഷ്ടപ്പെട്ടവർക്കെല്ലാം ഒന്നുകൂടെ പോയി ഇന്ന് കാണാം. കാരണം അതിനകത്ത് ഗംഭീര ഒരു പാട്ടുകളൊക്കെ ഗംഭീരമായതുകൊണ്ട് ഉറപ്പായിട്ടും അത് തിയേറ്ററിൽ കാണാനും രസമുണ്ട്. പ്രത്യേകിച്ച് മോഹൻലാൽ സിനിമകളുടെ പാട്ടും ഒരു ആഘോഷമാണ്, അതൊരു വലിയ ഫാക്ടറാണ്. സ്ഫടികം ഒക്കെ ഒരു മാസ് ക്ലാസ് പടം, അതിനകത്ത് അപ്പീലുകളൊന്നുമില്ല. ഉറപ്പായിട്ടും ആ സിനിമ ഒരു വട്ടമെങ്കിലും ഒരു ഫാൻ പോയി, മോഹൻലാൽ ഫാനെങ്കിലും പോയി ഉറപ്പായിട്ടും കാണും, സാധാരണ ഓഡിയൻസ് പോയി കാണും. മൂന്നാമത്തത് മണിച്ചിത്രത്താഴ്, എക്കാലത്തെയും ക്ലാസ് പടമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം ചോട്ട മുംബൈയോ രാവണപ്രഭു ഒന്നും എടുത്ത് കളക്ഷൻ മണിച്ചിത്രത്താഴ് കിട്ടി കാണത്തില്ല. പക്ഷേ മണിച്ചിത്രത്താഴ് എക്കാലത്ത് ഒരു ക്ലാസ് ആണ്. അത് പുത്തൻ 4Kയിൽ ആ ഹൊറർ ഫീലിംഗ്, നമുക്ക് ആ ഫീലിംഗ് കിട്ടാൻ എന്തായാലും ആൾക്കാർ അതിനും പോകും. ചോട്ട മുംബൈയും രാവണപ്രഭുവും പറയേണ്ട ആവശ്യമില്ല. ചോട്ട മുംബൈ എല്ലാ രീതിയിലും എൻ്റർടൈനിങ് ആണ്, പാട്ടും കോമഡിയും എല്ലാം. മറ്റേത് രാവണപ്രഭു ആക്ഷൻ സീക്വൻസ് ആയാലും പാട്ടായാലും ഡയലോഗാണെങ്കിലും എല്ലാം കൊണ്ടും ഇന്നത്തെ തലമുറയെ അമ്പരപ്പിക്കുന്ന സിനിമ. എന്നാൽ മോഹൻലാൽ ഈ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധിച്ച് ചെയ്യുന്നു, മമ്മൂട്ടി ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇത് മമ്മൂട്ടിയോ മോഹൻലാലോ അല്ല 4K റിലീസിന് തീരുമാനമെടുക്കുന്നത്. അതാത് സിനിമകളുടെ പ്രൊഡ്യൂസർ വേണം ആദ്യം തീരുമാനിക്കുക, അല്ലേ? അവരുടെ പടം 4Kയിലാക്കണോ വേണ്ടായോ. 2, 4Kയിൽ ഇതിന് പറ്റിയ പ്രിൻ്റ് ഉണ്ടോ? പണ്ടൊക്കെ കാലത്തൊന്നും പ്രിൻ്റൊന്നും നല്ല ക്വാളിറ്റി ഇല്ല. ഇപ്പോൾ എക്സാമ്പിൾ സാമ്രാജ്യത്തിൻ്റെ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മമ്മൂട്ടിയുടെ ഒരു അതിൻ്റെ ഒരു 4Kയുടെ ഒരു ടീസറോ ട്രെയിലറോ യൂട്യൂബിൽ കാണുന്നതിനെക്കാട്ടിട്ട് ക്വാളിറ്റി കുറവാണ്. എന്തിനാണ് ഇങ്ങനെ പൊട്ടത്തരവ് കാണിക്കുന്നത് നമ്മൾ വിചാരിച്ചു. ഇപ്പം അതിനെക്കുറിച്ചൊന്നും കേൾക്കുന്നില്ല, നിങ്ങൾക്കും പറയാം ഇതിൻ്റെ കമൻസുകളെല്ലാം. അന്നേരം ഒന്ന്, പ്രൊഡ്യൂസർ വിചാരിക്കണം. 2, നല്ല ക്വാളിറ്റിയിൽ ഇറക്കാൻ കുറച്ച് സമയമെടുത്ത് കഷ്ടപ്പെട്ട് ഇറക്കണം. ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിലും ആൾക്കാരെ പുത്തൻ ജനറേഷൻ പഴയ ജനറേഷൻ എല്ലാം ഒന്നിച്ച് തിയേറ്ററിലൊരു ഓളം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് നിർമ്മാതാക്കളോട് വിചാരിക്കണം. മമ്മൂട്ടി മോഹൻലാലിന് യാതൊരു പങ്കില്ല എന്നുള്ളതാണ് ഇതിനകത്ത് സത്യാവസ്ഥ. ഇനി മമ്മൂട്ടി ചിത്രങ്ങൾ എടുത്താൽ പാലേരി മാണിക്യം ഗംഭീര പെർഫോമൻസ് ആണ്, സംശയം വേണ്ട. മമ്മൂട്ടിയുടെ 3 കഥാപാത്രങ്ങൾ ഒരു ചിത്രത്തിലെല്ലാം ഗംഭീര പെർഫോമൻസ് ആണ്. സ്റ്റേറ്റ് അവാർഡ് നേടിയ പടമൊക്കെയാണ്. പക്ഷേ ഒരിക്കൽ പോലും അത് തിയേറ്ററിൽ പോയി ആഘോഷപൂർവ്വം കാണാനൊരു സിനിമയല്ല, ഒരിക്കലുമല്ല പാലേരി മാണിക്യം. ഗംഭീര പെർഫോമൻസ് കൊണ്ട് അയ്യരുകൾ കഴിച്ച മമ്മൂട്ടിയുടെ ആ 3 കഥാപാത്രങ്ങളും ഒരു സിനിമയിലാണെന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിൽ അസാധാരണ. നമ്മൾ റിലീസ് ഡേയിൽ പോയി കണ്ട പടമാണ്. ആലപ്പുഴയിൽ പോയി കണ്ട പടമാണ്. അന്നേരം അത് പാലേരി മാണിക്യം ഒരിക്കലും റിലീസിന് പറ്റിയൊരു സിനിമയല്ല. ആവനാഴി അന്നത്തെ കാലത്ത് മമ്മൂട്ടിക്ക് പോലീസിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണം, അല്ലെങ്കിൽ പോലീസ് ഇങ്ങനത്തെ സാധാരണ തെറി പറയുന്ന പോലീസുകാരെന്നൊക്കെ പറഞ്ഞാൽ അന്ന് ഭയങ്കരമായിട്ട് ജനങ്ങൾ അംഗീകരിച്ച. പക്ഷെ അത് രണ്ടാമതൊരു റിപ്പീറ്റ് വാല്യൂ ഈ കാലത്തുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് റിപ്പീറ്റ് വാല്യൂ ഇല്ല. വെള്ളിയേട്ടൻ 2000 എനിക്ക് തോന്നുന്നു ഓണത്തിനിറങ്ങിയ സിനിമയാണ്. ജനുവരി 26 നരസിംഹു ആ വർഷം തന്നെ ഓണത്തിനിറങ്ങിയ പടവുമാണ് ഷാജി കൈലാസ് രഞ്ജിത്തിൻ്റെ വെള്ളിയേട്ടൻ. എങ്ങനെ പോയി കാണും? കാരണം
ഇറങ്ങി 25 കൊല്ലം കഴിയുമ്പോഴും ഒരു 250 തവണ മിനിമം, അല്ല ചിലപ്പോൾ 2500 തവണയെങ്കിലും ഇത് കൈരളി ടി വി ആദ്യമൊക്കെ കാണുമ്പോൾ മുഷിച്ചില്ലായിരുന്നു. പിന്നെ ഇത് കണ്ട് 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 വലിയേട്ടൻ്റെ എല്ലാ വിസ്മയങ്ങളും അതിനകത്ത് പോയി. പിന്നെ അത് തിയേറ്ററിൽ വന്നാൽ ആര് കാണാനാണ്? എന്നാലും കുറച്ചെങ്കിലും ആൾക്കാർ കയറി ഓർക്കണം മമ്മൂട്ടി ചിത്രത്തിൽ വലിയേട്ടനാണ്. കാരണം അതിനകത്ത് ഇച്ചിരി മാസമുണ്ട്, പാട്ടുണ്ട്, അത്യാവശ്യം നല്ല ഡയലോഗുകളുണ്ട്. അവിടെ ആണ് മമ്മൂട്ടിയുടെ സിനിമകളുടെ നിർമ്മാതാക്കൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇങ്ങനെയുള്ള മമ്മൂട്ടിയുടെ സിനിമകൾ ഏതെടുത്ത് നോക്കിയാലും ഇപ്പം സാമ്രാജ്യം വരാൻ പോകുന്നു എന്ന് പറയുന്നു, അമരം വരാൻ പോകുന്നു എന്നൊക്കെ പറയുന്നു. ഈ സിനിമകളൊന്നും യഥാർത്ഥത്തിൽ തിയേറ്ററിൽ വർക്കൗട്ട് ആകുന്ന സിനിമകളല്ല. മമ്മൂട്ടിയുടെ എത്രയോ ഗംഭീര സിനിമകൾ ഇപ്പോൾ പഴയ എടുത്തു കഴിഞ്ഞാൽ കോട്ടയം കുഞ്ഞച്ചൻ ഇറക്കിക്കഴിഞ്ഞാൽ ഷുവർ ഷോട്ടായിരിക്കും മമ്മൂട്ടിയുടെ. കോട്ടയം കുഞ്ഞച്ചൻ, അണ്ണൻ തമ്പി, പുത്തനിലോട്ട് എടുത്താൽ അണ്ണൻ തമ്പി, മായാവി, രാജമാണിക്യം മാത്രം ഇറക്കി വിട്ടാൽ മതി, അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ കൈയടിച്ച ആൾക്കാർ തകർക്കും. ബിഗ് ബി, ഇതൊക്കെ 4Kയിൽ നല്ലപോലെ പണി ചെയ്ത് ഇറക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും ആഘോഷിക്കാം. അന്നേരം മോഹൻലാൽ സിനിമകൾ ഇറക്കുമ്പം അത് അതിഗംഭീരമാകുന്നത് അത് ഒരുപക്ഷെ അതിൻ്റെ പ്രൊഡ്യൂസർമാരത് വൃത്തിയായിട്ട് ചെയ്യുന്നത് കൊണ്ടും ആൾക്കാരത് കാണാനുള്ള റിപ്പീറ്റ് വാല്യുള്ള സിനിമകളും ഉള്ളതുകൊണ്ടാണ്. മമ്മൂട്ടിയുടെ പടം ഇറക്കുമ്പം മമ്മൂട്ടിയുടെ ഒരിക്കലും റിപ്പീറ്റ് വാല്യൂ ഇല്ലാത്ത എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുടെ സിനിമകൾ റിപ്പീറ്റ് ചെയ്യാത്ത, ഇപ്പോൾ രാജമാണിക്യം ഞാൻ തന്നെ 3-4 വട്ടം തിയേറ്ററിൽ കാണുന്നുണ്ട്. അണ്ണൻ തമ്പി നമ്മൾ കണ്ടിട്ടുണ്ട്. മായാവി ഒന്നിൽ കൂടുതൽ അവിടെ എന്തായാലും കണ്ട സിനിമകളാണ്. ഇപ്പം വന്നാലും നമ്മൾ കാണും. പക്ഷെ ഈ സിനിമകളൊക്കെ ഇറക്കുന്നതിന് പകരം ഒരു റിപ്പീറ്റ് വാല്യൂ ഇല്ലാത്ത ചിത്രങ്ങൾ ഇറക്കുന്നത് ദോഷമാണ്. അതിനെക്കാട്ടി ഭേദം ഇറക്കാതിരിക്കുന്ന. ഇറക്കുവാണെങ്കിൽ ഇച്ചിരി വൃത്തിയായിട്ടും നല്ല 4K ക്വാളിറ്റിയിലും ഇറക്കണം. നല്ല ഇതുപോലുള്ള ഓളം ഉണ്ടാക്കാനുള്ള പടം, നമുക്ക് ഓളം ഉണ്ടാക്കാനുള്ള അങ്ങനെയുള്ള എന്തും വേണ്ടി ചിത്രം. തുറുപ്പുകുലാൻ ഇറക്കിയാൽ പോലും ഈ പറഞ്ഞ വലിയേട്ടനെക്കാട്ടിൽ ഡബിൾ ആൾ കയറിയേനെ. അന്നേരം ഒരു വട്ടം ഫാൻസിനെങ്കിലും നമുക്ക് 30 കോടിയോ 100 കോടിയോ ഒന്നും കളക്ഷൻ കിട്ടിയില്ലെങ്കിലും ഒരു 3 കോടി മുതൽ 5 കോടി രൂപയൊക്കെ അത്യാവശ്യം കളക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം ഫാൻസെങ്കിലും കയറണമെന്നുണ്ടെങ്കിൽ ഫാൻസിനെങ്കിലും തോന്നണ്ടേ ഈ പടം ഒന്ന് കയറാൻ. അന്നേരം മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഇതിനകത്ത് കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അവർക്ക് അവരുടെ നിർമ്മാതാക്കളാണ് ശ്രദ്ധിക്കേണ്ടത്. എന്തായാലും നിർമ്മാതാക്കൾ ശ്രദ്ധിക്കും. ഇനിയുള്ള മമ്മൂട്ടി ചിത്രങ്ങളൊക്കെ അങ്ങനെ വരട്ടെ. മോഹൻലാലിൻ്റെ ഗംഭീര ചിത്രങ്ങൾ ഇനിയും വരുന്നുണ്ട്. ഒരുപാട് ചിത്രങ്ങൾ മോഹൻലാലിൻ്റെ 4Kയിലോട്ട് വരുന്നുണ്ട്. ഒരുപാട് ചിത്രങ്ങൾ. ഗുരു വരുന്നു. ഗുരുവൊക്കെ അവിടെയൊക്കെയാണ് ഇനി എത്ര പേര് ഇത് കാണുമെന്നുള്ളത് അറിയേണ്ടത്. ഗുരുവൊക്കെ വന്നു കഴിഞ്ഞാൽ എത്ര പേര് കാണും എന്നുള്ളത്. കാരണം ഗുരുവൊക്കെ കുറച്ച് പേര് അത് തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ളതായിരിക്കും. അതുകൊണ്ട് കൂടുതൽ പേര് ചിലപ്പം വന്നേക്കാം. ചിലപ്പം ആർട്ടിസ്റ്റിക് അല്ലെങ്കിൽ വലിയ ഓളം ഉണ്ടാക്കാത്ത പടമായിട്ട് ചിലപ്പം വരാതിരിക്കാം. അതൊക്കെ നമുക്ക് കണ്ടറിയണം. എന്തായാലും മോഹൻലാലിൻ്റെ പടങ്ങൾ എടുക്കുമ്പോൾ അവർ നല്ലപോലെ ക്വാളിറ്റിയായിട്ട് ശ്രദ്ധിച്ചെടുക്കുന്നുണ്ട്. മമ്മൂട്ടിയുടെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. നല്ല നല്ല മാസ് മസാല പടങ്ങൾ രണ്ടുപേർക്കും ഉണ്ട്. അതുപോലെ അനുസരിച്ച് വന്നാൽ പിന്നെ മോഹൻലാലിൻ്റെ ഒരു വലിയ ഡിഫറൻസ് ഞാൻ കണ്ടിട്ടുള്ളത് മോഹൻലാൽ സിനിമയിലെ പാട്ടുകൾ വലിയ ഓളങ്ങളുള്ള പാട്ടാണ്. ഇപ്പോൾ രാവണപ്രഭുവിലായാലും ചോട്ടവമ്പയിലായാലും മോഹൻലാൽ ഓൾറെഡി ഡാൻസ് ചെയ്ത് അത് മമ്മൂട്ടിക്കൊരു ഇപ്പോഴത്തെ കാലത്ത് ഒരു തിയേറ്ററിൽ കിടന്ന് ഡാൻസ് ചെയ്യാൻ. പക്ഷേ രാജമാണിക്കകത്ത് ഒരു പാട്ടേ ഉള്ളെങ്കിൽ അതൊക്കെയാണ്. അണ്ണൻ തമ്പിക്കകത്ത് 1-2 പാട്ടുകളിൽ ഓളം ഉണ്ടാക്കാനൊക്കെ ഉണ്ട്. ബിഗ് ബിയിലും ഇതെല്ലാം പറ്റും. പക്ഷേ ഡയലോഗും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം കൈയടിക്കാവുന്നതാണ്. അന്നേരം നിങ്ങളുടെ കമൻസ് പറയുക, ഏതൊക്കെ സിനിമകളാണ് മമ്മൂട്ടിയുടെ ഇനി റിലീസ് ചെയ്യേണ്ടത്? മോഹൻലാലിൻ്റെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇനിയും കാണാൻ ആഗ്രഹിക്കുന്ന റിലീസ് ചെയ്യുന്ന സിനിമകൾ ഏതൊക്കെയാണ്? നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.